അടിപൊളി അടിപൊളി അടിപൊളി. എന്റെ മോനെ അടിച്ചടിച്ചടിച്ചടിച്ച്. ഹലോ ഗായ്സ്, വൺ പീസ് മാസത്തെ മറ്റൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. സോ ഈ ബോക്സിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 20,000 രൂപയുടെ പാക്സ് ആണുള്ളത്. 100 പാക്ക് 200 പാക്ക് ഒന്നും വെറും 20 പാക്സിനകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ 1000 രൂപ വരും ഒരു പാക്കിൻ്റെ വില. അപ്പോൾ ഇത്രയും പാക്ക് ഞാൻ ഇന്നത്തെ ഈ ലോങ് വീഡിയോയിൽ ഫുൾ ഓപ്പൺ ചെയ്യാനും എൻ്റെ അൾട്ടിമേറ്റ് ചേസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ സാഞ്ചിയുടെ മാംഗോ റെയർ ആണ് എൻ്റെ അൾട്ടിമേറ്റ് ചേസ്. കാരണം ഇതുവരെ നമുക്ക് നമ്മുടെ ചാനലിൽ ഒരു മാംഗോ ചേസ് ചെയ്യാനോ പുള്ളി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഇന്ന് മാറ്റി തിരുത്തണം നമുക്ക്. ഇതിപ്പോൾ 20 പാക്സും നമുക്ക് ഒരു മാംഗോ റെയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ടോപ്പ് SPO എന്തെങ്കിലും കാർഡ് നമുക്ക് ചേസ് ചെയ്താൽ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാംഗോ റെയർ പുള്ളി ചെയ്യുന്ന ആദ്യത്തെ മലയാളി ഞാനാവണം. അതെൻ്റെ വലിയ ആഗ്രഹമാണ്, വലിയ വാശിയാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളായിരിക്കും പറയുക ഇപ്പം 20,000 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ പൈസ ഇട്ട് എനിക്ക് പോയിട്ട് വേണമെങ്കിൽ ഇവിടെ കാർഡ് ഷോയിലൊക്കെ പോയി എനിക്ക് ഈസി ആയിട്ടൊരു മാംഗോ റെയർ കാർഡൊക്കെ എനിക്ക് വാങ്ങിക്കാം. പക്ഷേ എനിക്കതിന് താല്പര്യമില്ല. നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഇവിടുത്തെ ചാനലിൽ എല്ലാവരും മുന്നിൽ ഞാൻ സ്വന്തമായിട്ട് പുള്ളി ചെയ്യും. അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങളെല്ലാം പറയണം കേരളത്തിൽ ആദ്യമായിട്ട് മാംഗോ റെയർ പുള്ളി ചേട്ടൻ ഞാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് മുന്നേ ഇതിനകത്ത് ഏത് പാക്കാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഇതിനകത്ത് ഏതാണ് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുപാട് ഗസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ നോക്കിയിട്ട് ആരും ഇത് ഗസ് ചെയ്തില്ല. OP1 തൊട്ട് OP14 വരെ ആൾക്കാർ പറഞ്ഞു. OP1 ഒന്നും വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ ഇല്ല സത്യമായിട്ട്. OP1 ഒരു പാക്കിന് തന്നെ 5,000 രൂപ വില വരും. OP1 ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് വേണമെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കൊടുക്കണം. അത്രയും പൈസ ഒന്നും എൻ്റെ ഇല്ല പൈസ. പിന്നെ എൻ്റെ ഉള്ള ചെറിയ ബഡ്ജറ്റ് ഞാൻ എന്നെക്കൂടെ പറ്റുന്ന കൂട്ടൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം നിങ്ങൾ ഇത് OP1 തൊട്ട് OP14 വരെ ഏത് ആവാം. അതുകൊണ്ട് തന്നെ വേറെയും ഇതുണ്ട്. അതിൽ ഏതാണെന്ന് ഇപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. അതെ ഗൈസ്, PRB ആണ് നമ്മുടെ ഇരിക്കുന്നത്. നമ്മൾ PRB പാക്സ് ആണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഈ പാക്ക് ഓപ്പണിംഗ് വീഡിയോയിലോട്ട് പോകാം. അന്നേരം ഇതിൽ നമുക്കൊരു മാംഗോ റെയർ കിട്ടുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പം ഗൈസ് ലെറ്റ്സ് ഗോ. ബോക്സ് മൊത്തം പാക്ക് മൊത്തം നമുക്കെടുത്ത് വെക്കാം. ഞാൻ 20 പാക്കെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു ബോണസായിട്ട് ഒരു 2 പാക്കോടെ വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ. ഇത്രയും പാക്സാണ് നമ്മുടെ ഉള്ളത്. ഇത്രയും പാക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു മാംഗോ എഡിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും കിട്ടുമെങ്കിൽ നമുക്ക് അത്രയും ലക്കം നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും നമുക്കൊരു മാംഗോ കിട്ടുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ PRB വലിയ ഹിറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും സാഞ്ചിയുടെ മാംഗോ അത് ജാപ്പനീസിൽ 1 ലക്ഷം രൂപയോളം വരെ ഉണ്ട്. ജാപ്പനീസ് എഡിഷന് ഇംഗ്ലീഷ് വേർഷന് 2 ലക്ഷം രൂപയോളം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓൾട്ട് ആർട്ട് ലൂഫിയുടെ ഒരു ഓൾട്ട് ആർട്ടും ഉണ്ട്. ഗിയർ 5 ലൂഫിയുടെ ഒരു ഓൾട്ട് ആർട്ടും ഇതിനകത്തൊരു ബെഡാ ഹിറ്റാണ്. അപ്പോൾ നമുക്ക് ഏതിലൊക്കെ നല്ല കാർഡുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ PRBയുടെ ഒക്കെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗ്യാരണ്ടി ഹിറ്റ്സ് എപ്പോഴും ഉണ്ട്. അതിനകത്തൊരു ഡോൺ കാർഡും കാണും. ഒരു ഡോൺ കാർഡ് എന്തായാലും കാണും. ഒരു റെയർ കാർഡ് കിട്ടും, നമുക്കൊരു SR കാർഡ് കിട്ടും. പിന്നെ ഈ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഹിറ്റ് റേറ്റ് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സംഭവം. ഓക്കെ, സാബോ, മൗണ്ടൻ ഗോഡ്, വൈറ്റ് സ്നേക്ക്, ലൈം ജ്യൂസ്, ഗും ലൈറ്റ്നിങ്, ഫിംഗർ പിസ്റ്റൻ്റെ റെയർ കാർഡ് കണ്ടോ. ഞാൻ പറഞ്ഞു അതിനകത്ത് ഒത്തിരി ഹിറ്റ്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് മങ്കി ലൂഫിയുടെ ഒരു SR കിട്ടിയപ്പോൾ അടിപൊളി. ഫസ്റ്റ് പാക്ക് കഴിഞ്ഞാൽ നമുക്ക് മങ്കി ലൂഫിയാണ് കിട്ടിയേക്കുന്നത്. അടിപൊളി, നല്ല അടിപൊളി കാർഡ്. ഇത് SR ആണ്, വലിയ വാല്യൂബിൾ ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരുപാട് SRs അത് കിട്ടും. സോ അതുകൊണ്ട് നമുക്ക് ഈ SR എന്നത്ര വാല്യൂബിളായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് ഒരുപാട് ഗോൾഡൻ ഡോൺസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗോൾഡൻ ഡോൺ ഇതുണ്ടല്ലോ. ഇപ്പം ഈ കാർഡ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നല്ല ഷൈനി അടിപൊളി നല്ല രസമുള്ള കാർഡുകൾ ഇതൊക്കെ. ഇത് നോർമൽ ഡോൺ കാർഡും ഇത് നിക്കോ റോബിൻ്റെ ഡോൺ കാർഡാണ്. അപ്പോൾ നമുക്ക് ഡോൺ കാർഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഗോൾഡൻ ഡോൺ കിട്ടണം. ഗോൾഡൻ ഡോൺ നല്ല വാല്യൂബിൾ കാർഡ്സ് ആണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പാക്ക് ഓപ്പൺ ചെയ്യാം. എല്ലാ പാക്കിലും ഓരോ ഡോൺ കാർഡ് കാണും, ഓരോ SRും കാണും. അപ്പോൾ നമുക്ക് ഹിറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ് അത്. സോ നിങ്ങൾക്ക് ഹിറ്റ് റേറ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും PRB വാങ്ങിച്ചോ. അതിപ്പോൾ ജാപ്പനീസ് വാങ്ങിച്ചാലും കുഴപ്പമില്ല, സെയിം ഹിറ്റ് റേറ്റ് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു നല്ല അടിപൊളി ഒരു റെയർ കാർഡ്, അതിൻ്റെ ബാക്കിലായിട്ട് പുഡിങ്ങിൻ്റെ ഒരു SR. അപ്പോൾ എല്ലാ പാക്കിലും നമുക്കൊരു SR കിട്ടും. അതുകൊണ്ടൊക്കെ മോനെ അടിപൊളി. ഇത് നമ്മുടെ സോറോയുടെ വെറും കോമൺ കാർഡാണ്. പക്ഷെ എന്നാലും ആ കോമൺ കാർഡിനകത്ത് വെച്ചിരിക്കുന്ന ആർട്ട് വർക്ക് കണ്ടില്ലേ. ഇതിൻ്റെ ബാക്കിലായിട്ട് നാമിയുടെ ഒരു കോമൺ കാർഡ്. ഇതൊക്കെ അടിപൊളി കേട്ടോ. ഇതൊക്കെ ഞാനങ്ങ് ഗിവ് അവേ അടിച്ചേക്കാം, പേടിക്കണ്ട. പിന്നെ ബഗിയുടെ ഒരു ഡോൺ കാർഡ്.
മൂന്നാമത്തെ നമ്മൾ വാമപ്പാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ പാക്കായിട്ടേ ഉള്ളൂ. മൂന്നാമത്തെ പാക്ക് വെറും തേർഡ് പാക്ക്. ഇതുവരെ എനിക്കിതൊരു ബാങ്ക് എഡിഷൻ കാർഡ് ഒന്നും ഞാൻ പുള്ളിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ അത് ഇന്ന് മാറുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ന്യൂ ഇയർ ആണ്. ഇതുണ്ടോ ഷാങ്സിൻ്റെ കിട്ടില്ല കാർഡ്. ന്യൂ ഇയർ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ മോനെ പോർട്ടാസ് DS-ൻ്റെ ഒരു കിട്ടില്ല റെയർ കാർഡ്. ദിസ് ഈസ് ഗോയിങ് ടു മൈ പേഴ്സണൽ കളക്ഷൻ. ഓൾറെഡി ഷാങ്സിൻ്റെ ഒരു SR, ബഗ്ഗിയുടെ ഒരു കോമൺ കാർഡ്, അതുപോലെ തന്നെ മങ്കിയുടെ ഒരു ഡോൺ കാർഡ്. ഇപ്പം നമ്മൾ എല്ലാ പാക്കിലും നമുക്ക് ഹിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വാല്യൂബിൾ അല്ല. കാരണം അതിനൊന്നും വലിയ പൈസ ഇല്ല. നമുക്ക് ഇതൊരു ഓൾട്ട് ആർട്ട് കിട്ടിയാൽ നമുക്ക് ഇതുവരെ മൂന്ന് പാക്ക് ഒട്ടിച്ച് 3 നമുക്ക് SRs കിട്ടേക്കാം. കാരണം SR കോമൺ ആണ് അതിനകത്ത്. അതുകൊണ്ട് ഇത് SR ഒന്നും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മാംഗോ എഡിഷൻ കാർഡ് പുള്ളിന്ന് ആദ്യത്തെ മലയാളി എന്നുള്ള പട്ടം എനിക്ക് തന്നെ വേണം. അടിപൊളി. ഗെക്കോ മോറിയ, പിന്നെ ബേസിൽ ഹോക്കിൻസിൻ്റെ ഒരു SR കാർഡ്. നൈസ്. അതൊക്കെ കാറ്റഗറിയുടെ ഒരു കോമൺ കാർഡ്. ഇതല്ലേ എന്ത് കോമൺ കാർഡ്സിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടല്ലേ, എന്താ അല്ലേ. ഒരു ജൂറി പോണ ഒരു കോമൺ കാർഡ്, പിന്നെ ബഗ്ഗിയുടെ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞ വിട്ട് എനിക്കങ്ങനെ ഇൻകേസ് എങ്ങാനും ഒരു ബാങ്ക് എഡിഷൻ അടിക്കുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ അറിയാമെങ്കിൽ എന്നെ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. കാരണം എനിക്ക് മറ്റേ നമ്മുടെ റോക്കി ബോയുടെ പാട്ടൊക്കെ ഇട്ട് ഒരു ടട്ടറൊക്കെ ആക്കി സെറ്റാക്കി തരണം. കാരണം എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. ഞാനിത് എങ്ങനെയൊക്കെ ഒപ്പിച്ച് സെറ്റ് ചെയ്യുന്ന, ഞാനൊരു വലിയ വീഡിയോ എഡിറ്ററൊന്നുമല്ല. വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. നൈസ് കാർഡ്. യൂസ് ചെസ് കിഡിൻ്റെ SR ആണ്. അടിപൊളി കേട്ടോ. കുറേ വെറൈറ്റി ടൈപ്സ് നമുക്ക് SR കിട്ടുന്നുണ്ട്. ഈ SR OP10 SR ആണ്. PRBയുടെ ഗുണം വെച്ചാൽ നമുക്ക് മിക്സഡ് ആണ്. നമുക്ക് ഇപ്പം നമ്മൾ നോർമലി ഇപ്പം ഒരു എഡിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ എഡിഷനിൽ മാത്രമേ കാർഡ്സ് കിട്ടത്തുള്ളൂ. പക്ഷേ PRB ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മിക്സഡ് കാർഡ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ചാൻസസ് അല്ല, അങ്ങനെയാണ് PRBയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ എത്ര പാക്ക് ഓപ്പൺ ആയതുപോലെ എനിക്ക് ഓർമ്മയില്ല. കുഴപ്പമില്ല, നമുക്ക് ചാൻസ് ഉണ്ട്. ഇത്രയും ആ ഫ്രണ്ടിൽ അത്രയും പാക്ക് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങാനും നമുക്കൊരു മാംഗോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ പറയും എപ്പോഴും മാങ്ങാ ലൂഫി. ഞാൻ OP13 ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെ ഒരു മാംഗയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓൾട്ട് ആർട്ട് കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. ലെബൂൻ്റെ ഒക്കെ SR എന്താണ്. OPO7 സാബോയുടെ SCC. ഞാൻ പറയില്ല, നമുക്ക് ഹിറ്റ്സ് കിട്ടും. ഇതാണ് നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് ഹിറ്റ്, സാബോയുടെ സീക്രട്ട് റെയർ കാർഡ്. നൈസ്. സോ എനിക്ക് ഞാൻ പുള്ളി രണ്ടാമത്തെ സാബോ SCC ആണ്. നൈസ്. സാബോയ്ക്ക് എന്താണെന്ന് അറിയില്ല, എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബോയുടെ ഒരു SCC അവിടെ ബഗ്ഗി, പിന്നെ ഒരു ഡോൺ കാർഡ്. സോ നമുക്ക് ഇതുവരെ കിട്ടിയ ഫസ്റ്റ് പ്രോപ്പർ ഹിറ്റാണ് സാബോയുടെ SCC കാർഡ്. നൈസ്, പ്രശ്നമില്ല. പക്ഷേ ഇതുകൊണ്ട് ഒന്നും ആവത്തില്ല. നമുക്ക് ഇനിയും നല്ല കാർഡുകൾ പുള്ളിയണം. ഓക്കെ, ബഗ്ഗി, മങ്കി ടി ലൂഫി, ഹീന, മോനറ്റ്, ഡ്രാഗൺ ബ്രത്ത്, റോസൻഡെയിൽ, എഡ്വൻ ന്യൂഗൻ്റെ SR. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കിടില ആർട്ട് വർക്കാണുള്ളത്. ഇത് ST1502 SR. നൈസ്. എന്താ അല്ലേ, അടിപൊളി കാർഡ്, സ്പെഷ്യൽ കാർഡ്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതും എൻ്റെ പേഴ്സണൽ കളക്ഷൻ പോവാം. സാൻജി, നൈസ്. പിന്നെ ഒരു നോർമൽ ഡോൺ കാർഡ്. അപ്പോൾ നിങ്ങൾ ഗോൾഡൻ ഡോൺ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഞാനും നേരിട്ട് ഗോൾഡൻ ഡോൺ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഗോൾഡൻ ഡോൺ കാണാൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഗോൾഡൻ ഡോൺ കിട്ടട്ടെ, നമുക്ക് കാണാം. അത് ഈ സെറ്റിലെ ഏറ്റവും വാല്യുബിൾ കാർഡ് ഞാൻ പറഞ്ഞിട്ട് ആദ്യത്തത് സാഞ്ചിയുടെ ഒരു മാംഗോ എഡിഷൻ കാർഡ്. പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മങ്കി ഡി ലൂഫിയുടെ ഗിയർ 5ൻ്റെ ഒരു ഓൾട്ട് ആർട്ട് കാർഡ്. അതിനുശേഷം നമ്മുടെ ഷാങ്സിൻ്റെ ഫുൾ ക്രൂവിൻ്റെ ഒരു കാർഡുണ്ട്. അതൊരു കിഡിലൻ കാർഡാണ്. അത് കിഡിലൻ കാർഡാണ്. അത് കിട്ടിയ കൊള്ളാം. ബ്ലാക്ക് മറിയയുടെ SR. നൈസ്. സാഞ്ചിയുടെ അത് പ്രോമോ കാർഡാട്ടോ ഇത്. നൈസ്. ഷാങ്സിൻ്റെ ഡോൺ കാർഡ്. മോനെ എന്താ അഴക് കേട്ടോ, അടിപൊളി. ഇതിന്ന് കിട്ടിയ ഫുൾ ഹിറ്റ്സ് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നതാണ്. അപ്പം ഞാൻ പകുതി കാർഡ് പാക്ക് ഓപ്പൺ ചെയ്തു. ഇതുവരെ മാംഗോ പോയിട്ട് നല്ലൊരു ഓൾട്ട് ആർട്ട് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ 2025 ഒരു സുഖമില്ലല്ലോ. ഒരു നല്ല കാര്യം എന്തെങ്കിലും നല്ലൊരു കാർഡ് ദേവിയായി. ഇനിയിപ്പോൾ ദൈവത്തെ വിളിക്കാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സിൽവർ റെയിലയുടെ റെയർ കാർഡ്. പിന്നെയും ബ്ലാക്ക് മറിയ, ലിമ്മ്,
പിന്നെ ഒരു ഡോൺ കാർഡ്. നമുക്ക് പടപടയെന്ന് പൊട്ടിക്കാം. ഒരുപാട് സംസാരിച്ച് ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല. സാബു, മാർഷൽ ലിറ്റീച്ച്, ഗോഡ്ത്രെഡ്, ജിയോൺ, ഗുംഗും, ട്രഫാദറിലൂടെ സാർ. നൈസ്. ഇത് PRB O2-ൻ്റെ ആണോ? ഇത് PRBയുടെ തന്നെ കാർഡ്സ് ഉണ്ട്. എല്ലാം ബാക്കി കാർഡ്സിൽ നിന്ന് കോപ്പി എടുത്തേക്കുന്നത് മാത്രമല്ല PRBയുടെ കാർഡ്സും ഉണ്ട്. അപ്പോൾ അതിലൊരു കാർഡാണിത്. പിന്നെ ഒരു നോർമൽ ഡോൺ കാർഡ്. അപ്പോൾ ഇത് പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇതുവരെ മാംഗോ പോയിട്ട് നമുക്ക് ഒരു ഒറ്റ ഓൾട്ടാറിട്ടില്ല. 20,000 രൂപയാണ് ഞാനിവിടെ പൊടിച്ച് കളഞ്ഞത്. മിക്കവാറും 20,000 രൂപ വെള്ളത്തിൽ പോകുന്ന അവസ്ഥയാണ്. അപ്പം എന്താ ചെയ്യണ്ടേ ഒന്നും ഒരു പിടിയില്ല. സാഞ്ചിയുടെ ഒരു SR കാർഡ്. നൈസ്. കാറ്റഗറിയുടെ ഒരു കോമൺ കാർഡ്. പിന്നെ 3 ബ്രദേഴ്സിൻ്റെ ഒരു കോമൺ കാർഡ്. കൊള്ളാം. ഇതൊരു അടിപൊളി ഡോൺ കാർഡാണ്. ഇതിനൊന്നും വാല്യൂ എനിക്കറിയത്തില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും സ്ക്രീനിൽ എന്തായാലും ഇതിൻ്റെയൊക്കെ വാല്യൂ ഞാൻ കാണിച്ചിരിക്കും. ബട്ട് ഇപ്പം തൽക്കാലം എനിക്കിതിൻ്റെ ഒന്നിൻ്റെ വാല്യൂവിനെ കുറിച്ച് വലിയ പിടുത്തമില്ല. നമ്മൾ കഴിഞ്ഞ OP30 വിന്നറിനെ അനൗൺസ് ചെയ്ത വീഡിയോകളെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ പുള്ളി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്ത് 5 മിനിറ്റത്തോളം 5 മിനിറ്റ് തന്നെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. പുള്ളി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി. സോ ഇതൊക്കെ ആരാണ്? കൈറോസ്? ഇതൊക്കെ വൺ പീസ് തന്നെയാണോ? മങ്കി ഡി ലൂഫിയുടെ ഒരു പ്രോമോ കാർഡ്. നൈസ്. അടിപൊളി. എഡ്വേർഡ് ന്യൂഗേറ്റിൻ്റെ ഒരു കോമൺ കാർഡ്. പിന്നെ ഏതോ ഒരു ഡോൺ കാർഡ്. ഇനി വളരെ കുറച്ചധികം പാക്ക് കൂടെ ഉള്ളൂ. ഞാൻ എന്ത് ഹൈപ്പ് വന്നതെന്നറിയോ? എൻ്റെ പൊന്നെ, ഇന്നൊരു മാംഗോ പുള്ളി എന്നുള്ളൊരു വൻ ഹൈപ്പിലാണ് ഞാൻ വന്നത്. എല്ലാം വെറുതെ ആയി. ഉസോഹാച്ചി, ബ്ലാക്ക് വോർട്ടെക്സ്, കർലീറ്റർ, അടിപൊളി ഒരു ഷാങ്സിൻ്റെ SR. അത് OPO6 SR ആണത്. നമ്മളിതിൽ OPO6 പാക്സ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഷാങ്സിൻ്റെ SR നമുക്ക് കിട്ടി OPO6. നൈസ്. അത് എൻ്റെ പേഴ്സണൽ കളക്ഷനിലോട്ട് പോകാം. കിൻലറിൻ്റെ അൺകോമൺ കാർഡ്. നൈസ്, അടിപൊളി. ഇതുവരെ നമുക്ക് പ്രോപ്പർ ഹിറ്റൊന്നും ലാഗ് ഒരു SCC കാർഡ് മാത്രമേ കിട്ടിയിരുന്നത്. അതല്ല, നമ്മൾ ഹണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കൊരു SR കാർഡ് കിട്ടും. അല്ലെ, SR കാർഡ് ഇഷ്ടംപോലെ കിട്ടും. നമുക്കൊരു മാംഗോ കാർഡ് നമുക്ക് കിട്ടും. അത് ഏത് കാലത്താണെന്ന് ചോദിക്കരുത്. ബോയുടെ SR, എൻ്റെ മോനെ. സോറി ഗൈസ്, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്ന കാരണം വീഡിയോ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബോവ ഹാങ്കോക്കിൻ്റെ കിഡിലൊരു SR കാർഡ്. അടിപൊളി, നൈസ്. കാവൻഡിഷിൻ്റെ ഒരു കോമൺ കാർഡ്. അതിൻ്റെ ബാക്കിലായിട്ട് 10 ലെയർ ഗ്ലൂ. പിന്നെ ഒരു നോർമൽ ഡോൺ കാർഡ്. പിന്നെ എത്ര ഉണ്ട്? 1, 3, 5, 7, 9 പാക്കോടെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഹാഫ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഒരു ഓൾട്ടാർട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ വൺ പീസിൻ്റെ ഹിറ്റ് റേറ്റ് എന്ത് ബുദ്ധിമുട്ടാണ്. ഈ മാംഗോ ലൂപ്പിനെ കിട്ടണമെങ്കിൽ ഇത് കൂട്ടത്തെ കുറേ കാർഡുകൾ ഓപ്പൺ ചെയ്യണം. പെറോണ, ക്രൊക്കഡൈൽ, മോറ്റ്, ജീസസ് പെൻ ബെക്ക്മാൻ്റെ SR. അടിപൊളി. പെൻ ബെക്ക്മാൻ്റെ കാര്യം പറഞ്ഞ അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയാണ്. എന്ത് കാണിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബട്ട് ഫാൻ ബേസ് ഉണ്ട്. സെൻഗോക്കു, ഫിഷ്മാൻ കരാറ്റെ. നൈസ്. സമയം ഒട്ടും ശരിയല്ല ഗൈസ്. എൻ്റെ ടൈം വളരെയധികം മോശമാണ്. ഒരു നല്ല ഹിറ്റ് പോലും ഇതുവരില്ല. ഒരു ഓൾട്ടാർട്ട് പോലും കിട്ടിയില്ല. ഞാൻ ഇത്ര നേരം ഒരു മാംഗോ കിട്ടിയാൽ ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ കിട്ടണമെന്ന് പോലും ഇല്ല. നല്ലൊരു ഓൾട്ടാർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും. ഷിറാഹോഷിയുടെ ഒരു SR കാർഡ്. കാരണം അവസ്ഥ ഇപ്പം അതാണ്. ഒരു ഹിറ്റ് പോലും ഇല്ല. ഇത്രയും പാക്ക് ഓപ്പൺ ചെയ്തു, ഇതുവരെ ഒരു ഹിറ്റില്ല. അപ്പം എനിക്ക് നഷ്ടം മൊത്തത്തിൽ 20,000 രൂപ നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പൈസ പോയി ഞാൻ ക്യാമറേഷൻ ദിവസം ഞാൻ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കാൻ ശ്രമിച്ചു. പക്ഷെ കിട്ടാനില്ല. അത്രയ്ക്കും പറഞ്ഞു കഴിഞ്ഞില്ല. നമുക്കൊരു ഓൾട്ടാർട്ട് കിട്ടിയേക്കുവാണ്. ഗം ജെറ്റ് കാറ്റ്ലിംഗ് OPO3 ഒരു ഓൾട്ടാർട്ടാണ് കിട്ടിയേക്കുന്നത്.
ഇത് അത്യാവശ്യം വാല്യൂബിൾ ആയിട്ടൊരു ഓൾട്ടാർട്ടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പോകാൻ നാട്ടിൽ ഇടുന്ന വേണ്ടി നമുക്ക് ഹിറ്റ് കിട്ടിയേക്കാം. സോ ദാറ്റ്സ് അവർ ഫസ്റ്റ് ഹിറ്റ് OP03 ഒരു ഓൾട്ടാർട്ട്. എനിക്ക് എത്ര ഇതിൻ്റെ വില അറിയത്തില്ല. എനിക്ക് അത്യാവശ്യം നല്ല ഒരു നല്ല വാല്യൂബിൾ കാർഡാണ് ബ്രൂക്ക്. പിന്നെ നമ്മുടെ മങ്കിയുടെ രൂപയുടെ ഒരു ഇത് എന്തായാലും നമുക്ക് കിട്ടിയ ഹിറ്റെല്ലാം മങ്കിയുടെ തന്നെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ. കാരണം ഹീ ഈസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. സോ ഹിറ്റ് കിട്ടുവാണെങ്കിൽ മങ്കിയുടെ ഹിറ്റ് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് തന്നെ കിട്ടി. ഒരു നല്ലൊരു ഹിറ്റ് കിട്ടി. പ്രൊഫക്കറിലൂടെ SR നൈസ്. പിന്നെ അടിപൊളി. എൻ്റെ മോനെ അടിച്ചടിച്ചടിച്ചടിച്ച്. സോ ഗൈസ്, ഇതാണ് ഗോൾഡൻ ഡോൺ. അപ്പം ഞാൻ പറഞ്ഞ് പറ്റുമെങ്കിൽ ഹിറ്റ് കിട്ടുവാണെങ്കിൽ ഗോൾഡൻ ഡോൺ ഞാൻ കാണിക്കുമെന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അതുകൊണ്ട് ചെയ്യും. ബാങ്ക് കാർഡിൻ്റെ കാര്യമല്ല, ബാങ്ക് കിട്ടിയ ശേഷം നമ്മൾ ഗോൾഡൻ ഡോൺ പുൾ ചെയ്തേക്കാണ്. അത് മങ്കി ഡി ലൂഫിയുടെ ഗോൾഡൻ ഡോൺ ആണ്. അത്യാവശ്യം നല്ല വാല്യൂബിൾ കാർഡാണിത്. ഇത് നോർമൽ ഡോൺ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാം. ഡിഫറൻസ് കാണിക്കാൻ ഇതൊരു നോർമൽ ഡോൺ കാർഡ്, ഇതൊരു ഗോൾഡൻ ഡോണിന് ചുറ്റും ഗോൾഡൻ ഇത് വരും. ബാക്കിലെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഗോൾഡൻ ഡോൺ ഇത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളി ചെയ്ത ഏറ്റവും ബിഗ് ഹിറ്റ്. നൈസ്, അടിപൊളി. അതും ഇത് മങ്കി ഡി ലൂഫിയുടെ Gear 5 ഡോൺ കാർഡാണ്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൻ്റെ വില എനിക്കറിയില്ല. നമുക്ക് വില എന്തായാലും ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്ക്രീനിൽ പോയി നോക്കാൻ. സോ മാനിഫെസ്റ്റ് ചെയ്തു, നമ്മൾ പുള്ളി ചെയ്യുന്നു, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തു, നമ്മൾ പുൾ ചെയ്തു. മങ്കി ഡി ലൂഫിയുടെ ഹിറ്റ് തന്നെ പുള്ളി ചെയ്ത് നമ്മൾ പറഞ്ഞു. മങ്കി ഡി ലൂഫിയുടെ ഹിറ്റ് നമ്മൾ പുൾ ചെയ്തു. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല. മേ ബി ഇറ്റ്സ് ലൈക്ക് $50 or $60. ബട്ട് ഐ ഡോണ്ട് കെയർ. വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു ഹിറ്റിൽ കിട്ടിയിട്ട് ഭയങ്കര മോശമായിപ്പോനെ. നമുക്ക് 2 പാക്കിൽ നിന്ന് 2 ഹിറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ഹിറ്റ് മഴയായിരിക്കട്ടെ. ജിൻബയുടെ റെയർ കാർഡ്. നൈസ്. സാബോടെ സാർ അടിപൊളി കലക്കൻ സാബോ. അടിപൊളി. ഇഡിയോ, പിന്നെയും സാബോ, പിന്നെ നോർമൽ ഡോൺ കാർഡ്. സോ ഗൈസ്, ഇനി 4 പാക്കുകളുണ്ട്. 4 പാക്കിനകത്തും നമുക്ക് മാങ്കോ കിട്ടുമോ? ഇല്ല, എൻ്റെ ഹോപ്പൊക്കെ പോയി. ഇനിയിപ്പോൾ മാങ്കോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഒരു ഓൾട്ടാർട്ടൂടെ കിട്ടുവാണെങ്കിൽ ഞാൻ മുടക്കിയ പൈസ എനിക്ക് ലാഭമായിരിക്കും. അത് മാത്രമേ ഇപ്പം എനിക്ക് ആഗ്രഹമുള്ളൂ. കൂടുതൽ വേറെ വലിയ അത്യാഗ്രഹങ്ങളൊന്നും എനിക്കില്ല. കൂടുതൽ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. കാരണം വൺ പീസ് മാർക്കോടെ SR എന്താ ഇത്? PRB O2 ആർട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ല. എന്നെ കാണിച്ചു വെച്ചേക്കന്മാര് അടിപൊളി. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇതെന്താണിത്? ഇതെന്തോ ഇത് OP9 ഒരു ഓൾട്ടാർട്ട് അൺകോമൺ കാർഡോ? അതെന്തുവാ? അതെന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു ഓൾട്ടാർട്ട് അൺകോമൺ കാർഡാണത്. നൈസ് ഹിറ്റാണ്. അത് മാത്രം എനിക്കറിയാം. അതിൻ്റെ ആ കാർഡിൻ്റെ വാല്യൂ എനിക്കറിയാം. ഞാൻ ആ കാർഡ് ഇതിനെ കണ്ടില്ല. അത് OP9 സോ ഗൈസ്, 3 പാക്കിൽ നിന്ന് 3 ഹിറ്റ്. നമ്മൾ ആദ്യമേ നമുക്കൊരു ഡ്രൈ സ്ട്രീക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ 3 പാക്കിൽ നിന്ന് 3 ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഇനിയുള്ള പാക്കിൽ നിന്ന് നമ്മൾ ഹിറ്റ് കിട്ടട്ടെ. അല്ലെങ്കിൽ അങ്ങനെ തുടക്കം കുറച്ച് കഴിച്ചാലും നമ്മൾ തിരുമ്പി വരുവേ. ഒന്നാമത് റെയർ കാർഡ്. മോനെ മാർഷൽ ഡി ടീച്ചറിൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ തുറന്നതിനകത്ത് എല്ലാം കിഡിലും ആർട്ട് വർക്ക് SR ആർട്ട് വർക്ക് എല്ലാം കിഡിലായിട്ടുള്ളത് OP09 തന്നെ. അപ്പം ഞാൻ മിക്കവാറും ഒരു OP09 ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കും. കാരണം ആർട്ട് വർക്ക് ഒന്നും രക്ഷയിലായി. അടിപൊളി. ജിൻബെ, ക്രൊക്കഡൈൽ, പിന്നെ റോബ്ലൂച്ചിയുടെ ഒരു ഡോൺ. ലാസ്റ്റ് 2 പാക്സ്. ഇവിടെ വരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൂട്ട് തന്നെ 1BCCയിൽ ഒരുപാട് പാക്ക് ഓപ്പണിങ്സ് നമ്മുടെ അക്കൗണ്ടിൽ കാണും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ നറൂട്ടോ ഫാൻസിനും വേണ്ടി ഞാൻ നറൂട്ടോ T1 ഒരു ബൂസ്റ്റർ ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉടനെ നമ്മുടെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നറൂട്ടോ കാർഡ് കാണണം, നറൂട്ടോ കാർഡ്സിനെ കുറിച്ച്. കിട്ടാൻ പാടായതുകൊണ്ടാണ്. പിന്നെ അവസാനം ഒപ്പിച്ചു. എങ്ങനെയാണെന്ന് ചോദിക്കരുത്. അവസാനം ഒപ്പിച്ചു. ക്രൊക്കഡൈലിൻ്റെ SR അടിപൊളി. ബഗ്ഗി കരയുന്നു മോനെ. അടിപൊളി. നമ്മുടെ രണ്ടാമത് SEC സിൽവർ റെയിലിയുടെ SEC. അടിപൊളി. ഹിറ്റ് മഴ അത്ര ഞാൻ പറയാനുള്ളൂ. നമുക്ക് ആദ്യമേ ഹൈറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അവസാനം തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മുടക്കിയ പൈസ നമുക്ക് മുതലാണോ? ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട് എന്താണ് എൻ്റെ നഷ്ടം
നഷ്ടവും എന്താണ് ലാഭമെന്ന്. ഓ എന്താ ഓപ്പൺ ആവാത്ത കട്ടിക്ക് എന്തോ ഉണ്ടല്ലോ. ഓൾറൈറ്റ് ഗൈസ്, സോ നമ്മുടെ ലാസ്റ്റ് പാക്ക്, നമ്മൾ എത്ര പാക്ക് പൊട്ടിച്ചെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് എണ്ണിയിട്ട് പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു എന്നോട്. സോ നമ്മുടെ ലാസ്റ്റ് പാക്ക് നമുക്ക് നല്ല സ്ലോ മോഷൻ തുറക്കാം, നല്ല ഹിറ്റെല്ലാം കിട്ടട്ടെ, ഒരു മാംഗോ കാർഡ് കിട്ടട്ടെ, പ്രാർത്ഥിക്കുക. മോനെ സോറോടെ ആ കാർഡ് കണ്ടോ, അഴക്. സ്ക്രാച്ച് മാൻ, ആപ്പോ, കർലി ഡരൻ, നാമി, മങ്കിരി ലൂഫിയുടെ. നമ്മൾ തുടക്കം വിട്ടത് മങ്കിയെ വെച്ച്, നമ്മൾ ഒടുക്കത്തിലെ ലാസ്റ്റ് പാക്കിൽ സാറ് മങ്കി തന്നെ. ഹാപ്പി OP 07 ഹിറ്റ് ആവട്ടെ. നൈസ്, അടിപൊളി. മൂന്നാമത്തെ SCC അടിപൊളി. ഒരു SCC കാർഡ്, ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തായിരിക്കും നമുക്കൊരു SCC കിട്ടും. നമ്മൾ 3 SCC ഉള്ളിലേക്കാണ്, അതും ഇത് EB01 SCC ആണ്. നമ്മളിപ്പോൾ 3 SCC ആണ് ഈ ഇതിൽ ഓപ്പൺ ചെയ്തത്. ഫയർ ഓപ്പണിങ് 2026 എൻ്റെ വർഷം തന്നെ. അടിപൊളി, എനിക്ക് വയ്യ. ഇതൊരു കോമൺ കാർഡ്, പിന്നെ എന്തിനോട്ടെ സീനില്ല. സോ നമുക്ക് നമ്മുടെ ഹിറ്റ്സിലോട്ട് പോവാം. നമ്മൾ 23 പാക്ക് ഓപ്പൺ ചെയ്തു. 23 പാക്ക് ചെയ്യും. നമുക്ക് കിട്ടിയ ബിഗ് ഹിറ്റ്സ് എല്ലാം നോക്കാം. എല്ലാം സെറ്റ് ചെയ്യട്ടെ. എല്ലാ പാക്കിൽ നിന്ന് SR കാർഡ് കിട്ടുന്നുണ്ട്. SR കാർഡ് കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. സോ നമ്മുടെ ഹിറ്റ്സ് നോക്കിയോ. മിസ്റ്റർ 2 ബോൺ കൊറിയുടെ ഒരു SEC, അത് EB01 SEC ആണ്. സിൽവർ റെയിലിയുടെ ഒരു കിഡിലെ SEC, അത് ഇംഗ്ലീഷ് വേർഷനാണ്. അത്യാവശ്യം എനിക്കൊരു $10-16 വിലയുള്ളൊരു SEC ആണ്. അതുകൊണ്ട് ഹാപ്പി, റിയലി ഹാപ്പി. ഈ ലൈം ജ്യൂസിൻ്റെ ഈ കാർഡ് എൻ്റെ വില എനിക്കറിയത്തില്ല. കണ്ടിട്ട് അത്യാവശ്യം നല്ല കാർഡാന്ന് തോന്നിയിട്ടുണ്ട്. ഹിറ്റാന്ന് ഞാൻ തന്നെ സ്വയം വിചാരിക്കും, എനിക്കറിയില്ല. എന്തുവായാലും നമുക്ക് നോക്കാം. ഞാൻ ഇത് നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും എത്രയാണ്. പിന്നെ സാബയുടെ OP 07 സാബയുടെ ഒരു SEC. പിന്നെ നമ്മുടെ സ്വന്തം മങ്കീരി ലൂഫിയുടെ ഗം ജെറ്റ് കാറ്റ്ലിങ്ങിൻ്റെ ഒരു ഓൾട്ട് ആർട്ട് കാർഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഹിറ്റ് ഇതായിരുന്നു. മങ്കീരി ലൂഫിയെ നമുക്ക് ഫസ്റ്റ് ഹിറ്റ് കിട്ടിയത്. ഏത് പാക്കിലോട്ടൊക്കെ. പിന്നെ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഹിറ്റ് ഓഫ് ദി ഡേ, നമ്മുടെ ഗോൾഡൻ ഡോൺ. സോ ഗൈസ്, ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ 20,000 രൂപ മുടക്കിയതാണ് ഈ ഫുൾ പാക്കിന് വേണ്ടി. എനിക്ക് മുതലായില്ല, എനിക്കറിയത്തില്ല, ഇതിൻ്റെയൊക്കെ റേറ്റ് എനിക്ക് നോക്കണം. എങ്കിൽ പോലും One Piece TCGയുടെ ഒരു നല്ല ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് കയ്യിൽ സ്വന്തം പോക്കലെ പൈസ എടുത്തിട്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇനി ഒരുപാട് പാക്ക് ഓപ്പണിങ്സും ഗിവ് അവേസും ഒക്കെ ആയിട്ട് ഞാൻ തീർച്ചയായും വരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാർഡ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.